ഗാസയെ പറ്റി പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രായേൽ ഗാസയിൽ നിന്ന് 2005 പിൻവാങ്ങി. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഹമാസ് ആണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. ഗാസയ്ക്ക് 2005 സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് പോലും കാണുന്നുണ്ട്. അതായത് ഇസ്രായേൽ പിൻവാങ്ങി ഗാസയിൽ നിന്ന് പൂർണ്ണമായി. എന്നിട്ടും ഹമാസ് പോയിട്ട് ഇസ്രായേലിനെ പോയി കുത്തി നോവിപ്പിച്ച് ഇത് പണി ഇരന്ന് വാങ്ങുക എന്നുള്ളൊരു നാരേറ്റീവാണ്. അപ്പൊ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, ഇതൊരു ഹാഫ് ട്രൂത്ത് ആണ്. അത് ഇസ്രായേൽ പിൻവാങ്ങി 2005 ഇസ്രായേൽ ട്രൂപ്സിന് പിൻവാങ്ങി. അതിനു മുമ്പ് അവിടെ ഒരു 10,000-ഓളം ജൂവിഷ് സെറ്റിലേഴ്സ് ഗാസയിലുണ്ടായിരുന്നു. അവരെയും പിൻവലിച്ചു. അത് പിൻവലിക്കാനുള്ള കാരണം ഇസ്രായേൽ പെട്ടെന്ന് ഉദാരമതികളായത് പിൻവലിച്ചതല്ല. 2000 മുതൽ 2005 വരെ നിലനിന്നിരുന്ന സെക്കൻഡ് ഇൻതിഫാദയിലെ ബേസിക്കലി ബിക്കോസ് ഓഫ് ദ വയലന്റ് റെസിസ്റ്റൻസ്. പക്ഷേ 2005 പിൻവലിച്ചിട്ട് 2007 മുതൽ ഗാസ ഇസ്രായേലിന്റെ ബ്ലോക്കേഡിലാണ്. നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം ഗാസയ്ക്കില്ല. അതായത് ഗാസയിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരണമെങ്കിലോ ഗാസയിലേക്ക് ആരെങ്കിലും അകത്തേക്ക് പോകണമെങ്കിലോ ഗാസയിലേക്ക് അകത്തേക്ക് പോകണമെങ്കിലും 8 ട്രക്ക് ഉൾപ്പെടെ അതൊക്കെ തീരുമാനിക്കുന്നത് 2007 മുതൽ ഇസ്രായേലാണ്. ഇന്ന് വരെ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 20 years അല്ലേ. ഇതാരും പറയില്ല. ഗാസയിൽ നിന്ന് ഇസ്രായേൽ എല്ലാവരും പിൻവാങ്ങി ഗാസയ്ക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഹമാസ് പോയിട്ട് പണി വാങ്ങി എന്നാണ് ഇവരെല്ലാവരും പറയുക. പക്ഷെ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നാരേറ്റീവ് അല്ല. അതാണ്.